വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമുക്കൊരു യൂട്യൂബ് പുതുതായിട്ട് തുടങ്ങുന്നവർക്ക് എങ്ങനെ പെട്ടെന്ന് 100 സബ്സ്ക്രൈബ് അച്ചീവ്മെൻറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത്. 100 സബ്സ്ക്രൈബ് പെട്ടെന്ന് അച്ചീവ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിച്ച ടിപ്സും ട്രിക്കും എന്തൊക്കെയാണെന്നാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. അതുപോലെ നമ്മൾ ഒരു യൂട്യൂബിൽ നിന്ന് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തെല്ലാം ശ്രദ്ധിക്കാതിരിക്കണം, പെട്ടെന്ന് എങ്ങനെ 100 സബ്സ്ക്രൈബ് ആവാം എന്നുള്ള ടിപ്സും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളോട് പറയാൻ പോകുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണുക. മുഴുവനായിട്ട് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ. ഇപ്പോൾ യൂട്യൂബ് തുടങ്ങിയിട്ട് 100 സബ്സ്ക്രൈബ് ആവാത്തവർക്കും അതല്ല എല്ലാവർക്കും പെട്ടെന്ന് 100 സബ്സ്ക്രൈബ് ആവാം എന്നുള്ളതുള്ള ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പ് വന്നിരിക്കുന്നത്. ഞാനിവിടെ 1-2 ദിവസത്തിനുള്ളിൽ 100 സബ്സ്ക്രൈബർ അടിച്ചു. ഞാൻ ഉപയോഗിച്ച ടിപ്സും ട്രിക്കും സെറ്റിങ്സും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതായത് നമ്മളെല്ലാവരും യൂട്യൂബ് മോണിറ്റൈസേഷൻ ആവണം, വീഡിയോസ് ചെയ്യുന്നതും പല കുക്കിംഗ് ബ്ലോഗായാലും ഡെയിലി ബ്ലോഗായാലും പല ടൈപ്പ് വീഡിയോകളും ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ പലരും ഈ യൂട്യൂബിൽ വരുന്നത് തന്നെ മോണിറ്റൈസേഷൻ ആവുക, അതിൽ നിന്ന് പൈസ കിട്ടുക എന്നുള്ള വരുന്ന ആൾക്കാരാണ്. ഞാൻ അതുപോലെ വരുന്നതാണ്. ഞാനും പുതിയൊരു യൂട്യൂബറാണ്. പക്ഷേ ഞാൻ ഫസ്റ്റ് 100 സബ്സ്ക്രൈബായി അടിച്ചു. അതിനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ യൂട്യൂബിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ യൂട്യൂബൊക്കെ തുടങ്ങി 2-3 ദിവസത്തിനുള്ളിൽ എനിക്ക് ഫസ്റ്റ് 100 സബ്സ്ക്രൈബ് കിട്ടി. നമുക്കെല്ലാവർക്കും യൂട്യൂബ് തുടങ്ങുന്ന ആൾക്കാർ ആദ്യമായി വേണ്ടത് സബ്സ്ക്രൈബറും അതിൻ്റെ കൗണ്ടും കൂടുക എന്നുള്ളതാണ്. അപ്പോൾ സബ്സ്ക്രൈബ് കൂടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വാച്ച് അവർ കൂടും. അപ്പോൾ സബ്സ്ക്രൈബിൻ്റെ കൗണ്ട് കൂടുക എന്നത് നമ്മൾ ദിവസവും നമ്മൾ നോക്കും. 50 സബ്സ്ക്രൈബറായി 60 എന്നൊക്കെ നമ്മൾ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കും. സബ്സ്ക്രൈബറിനെ എങ്ങനെ എണ്ണം കൂട്ടാം, തുടക്കക്കാരായാലും എന്നെപ്പോലെ യൂട്യൂബറും ഷോർട്സ് അപ്ലോഡ് ചെയ്യും. ആദ്യം ഷോർട്സ് അപ്ലോഡ് ചെയ്യും. ആദ്യം തന്നെ നല്ല ഷോർട്സ് അപ്ലോഡ് ചെയ്യും. അപ്പം ഓട്ടോമാറ്റിക്കലി അത് കണ്ടു വരുമ്പോൾ തന്നെ സബ്സ്ക്രൈബർ കിട്ടും. ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബർ കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്സ് വീഡിയോയിലൂടെയാണ്. ലോങ് വീഡിയോ ഇടുന്നതിനെക്കാട്ടും സബ്സ്ക്രൈബർ ഷോർട്സ് വീഡിയോയിലാണ് കിട്ടുന്നത്. അപ്പോൾ മാക്സിമം നമ്മൾ തുടക്കക്കാർ ഷോർട്സ് അപ്ലോഡ് ചെയ്യുക. പിന്നെ നല്ല ഷോർട്സ് അപ്ലോഡ് ചെയ്യുക. നല്ല കണ്ടൻറ്റുള്ള ഷോർട്സ്, വൈറൽ മ്യൂസിക്കുകൾ ആഡ് ചെയ്തിട്ടുള്ള ഷോർട്സ്. ഈ വൈറൽ മ്യൂസിക്കൊക്കെ ആഡ് ചെയ്യുമ്പോൾ തനിയെ നമ്മൾ സബ്സ്ക്രൈബ് 10-50 സബ്സ്ക്രൈബർ കിട്ടും. നമ്മൾ ഷോർട്സിനനുസരിച്ച് നമുക്ക് സബ്സ്ക്രൈബർ കിട്ടും. അപ്പോൾ 100 സബ്സ്ക്രൈബർ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല ഷോർട്സ് ഇടുക. ഒരു ഷോർട്സിലൂടെ തന്നെ 10-20 സബ്സ്ക്രൈബർ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ തന്നെ നല്ല ഷോർട്സ് അപ്ലോഡ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ഏതൊക്കെ ടൈപ്പ് വീഡിയോ ചെയ്യുക എന്നുള്ളത് തന്നെ ലോങ് വീഡിയോ കൂടെ നമ്മൾ സബ്സ്ക്രൈബറിന് ലോങ് വീഡിയോയിലും കൂടെ കിട്ടും. 5-6 സബ്സ്ക്രൈബറൊക്കെ ലോങ് വീഡിയോയിലൂടെ കിട്ടും. 5-6 കിട്ടും. അത് കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ കിട്ടുകയുള്ളൂ. പിന്നെ ഇങ്ങനെയൊക്കെ 1 വീക്കൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബർ കിട്ടും. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് നമുക്ക് 100 സബ്സ്ക്രൈബർ അച്ചീവ്മെൻറ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുക. പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് ചെയ്ത് കഴിഞ്ഞാൽ കൺസിസ്റ്റൻ്റ് ഇട്ടിട്ട് വീഡിയോ ചെയ്യുക. ഇപ്പോൾ ഇന്നൊരു വീഡിയോ ചെയ്യുക, പിന്നെ ഒരു 2-3 ആഴ്ച കഴിഞ്ഞ് വീഡിയോ ചെയ്യുക. അങ്ങനെ ഒന്ന് അപ്ലോഡ് ചെയ്യാതിരിക്കുക. അപ്പോൾ ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ തന്നെ മാത്രമേ നമുക്ക് സബ്സ്ക്രൈബർ കിട്ടുകയുള്ളൂ. പിന്നെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്സ് ആണ് ചെയ്യുന്നതെങ്കിൽ നല്ല വൈറലായിട്ടുള്ള ഷോർട്സ് ആഡ് ചെയ്തിട്ട് നല്ല കണ്ടൻറ്റുള്ള ഷോർട്സ് എടുത്ത് വീഡിയോസ് ചെയ്യുക. ലോങ് വീഡിയോ ആണെങ്കിൽ നല്ല ക്വാളിറ്റി, ഓഡിയോ ക്വാളിറ്റി അല്ലെങ്കിൽ വീഡിയോ ക്വാളിറ്റി, അങ്ങനെ വീഡിയോ ചെയ്താൽ മാത്രമേ നമുക്ക് ഓട്ടോമാറ്റിക്കൽ സബ്സ്ക്രൈബർ വരത്തുകയുള്ളൂ. അപ്പോൾ പെട്ടെന്ന് 100 സബ്സ്ക്രൈബർ അച്ചീവ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി ഷോർട്സ് തന്നെ കൂടുതലിടുക. പിന്നെ സബ്സ്ക്രൈബ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വാട്സാപ്പിലും നമ്മുടെ ചാനൽ ലിങ്ക് അയച്ചു കൊടുക്കും. ഫ്രണ്ട്സിന്, ഫാമിലിക്ക് അങ്ങനെയൊക്കെ ലിങ്ക് അയച്ചു കൊടുക്കും. ഈ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് കൗണ്ട് കൂട്ടും. പക്ഷേ നമ്മുടെ ചാനൽ ഒരു ഉപകാരമുണ്ടായിരിക്കില്ല. കൗണ്ട് സബ്സ്ക്രൈബർ ആയിരിക്കും. അതായത് നമ്മളിപ്പോൾ ഇങ്ങനെ ഫാമിലിക്കും ഇങ്ങനെയൊക്കെ അയച്ചു കൊടുക്കുമ്പോൾ നമ്മൾ അയച്ചൊരിതിന് നമുക്കൊരു സബ്സ്ക്രൈബർ തരും. പക്ഷേ നമ്മുടെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒന്നും അവർ കാണണമെന്നില്ല. അപ്പോൾ ആ ഒരു സബ്സ്ക്രൈബറെ കൊണ്ട് നമുക്കൊരു പ്രയോജനമില്ല. നമുക്ക് ചാനൽ വ്യൂസ് വരികയില്ല. നമ്മുടെ വീഡിയോസിലൂടെ മാത്രമേ നമുക്ക്
അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അവർ കാണുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് സബ്സ്ക്രൈബ് കൂട്ടാം, പക്ഷേ വ്യൂസ് കൂടാൻ പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെ അയച്ചു കൊടുത്താൽ 100 സബ്സ്ക്രൈബ് ആകും, പക്ഷേ അതൊരു നല്ല കാര്യമല്ല, ഓർഗാനിക് സബ്സ്ക്രൈബർ അല്ല. പിന്നെ യൂട്യൂബിൽ പക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ പാടില്ല എന്ന് പറയുന്നത് വാട്സപ്പിലൂടെ ലിങ്ക് ഷെയർ ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിലൂടെ ലിങ്ക് ഷെയർ ചെയ്യുക, ഫേസ്ബുക്കിലൂടെ ലിങ്ക് ചെയ്യുക എന്നൊന്നും ചെയ്യാതിരിക്കുക. ഒരു സബ്സ്ക്രൈബ് കിട്ടുന്നത് വരെ ഓർഗാനിക് സബ്സ്ക്രൈബ് ഷോർട്സ് ഇടുന്നതിലൂടെ വന്നുകൊണ്ടേയിരിക്കും. അപ്പം വീഡിയോ ഇടുക, ലിങ്ക് ഷെയർ ചെയ്തിട്ട് അതിലൂടെ സബ്സ്ക്രൈബർ വന്നിട്ട് യാതൊരു കാര്യവുമില്ല. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബറിൻ്റെ അച്ചീവ്മെൻറ്റ് ചെയ്യാൻ പറ്റും, പക്ഷേ യാതൊരു വീഡിയോസിനും ഒരു ഉപകാരം ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഓർഗാനിക്കിലോട്ടുള്ള സബ്സ്ക്രൈബർ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ മാക്സിമം ഈ ടിക്ക് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ വീഡിയോസ് ചെയ്യുക, തുടക്കക്കാരെന്ത് ചെയ്യുക, എന്നെപ്പോലെ തുടക്കക്കാർ തന്നെ കൂടുതലും ഷോർട്സ് അപ്ലോഡ് ചെയ്യുക. കൂടുതൽ ഷോർട്സ് അപ്ലോഡ് ചെയ്താൽ മാത്രമേ സബ്സ്ക്രൈബർ അച്ചീവ്മെൻറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അതുപോലെ തന്നെ ലോങ് വീഡിയോയും കൂടുതൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. 2-3 ദിവസത്തിനുള്ളിൽ 100 സബ്സ്ക്രൈബർ നമുക്ക്, അല്ലെങ്കിൽ അതിൽ കൂടുതൽ സബ്സ്ക്രൈബർ അച്ചീവ്മെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പം എല്ലാ തുടക്കക്കാർക്കും നല്ലൊരു തുടക്കമായി അഭിനന്ദിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.